ശരിക്കും ഓരോ സിനിമകളും അതൊരു ഡയറക്ടറുടെ റൈറ്ററുടെ സ്വാതന്ത്ര്യമായിരിക്കും, അയാളുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും അയാളെ സിനിമ ചെയ്യുന്നത്. ഒരു സിനിമയുടെ സീനിനകത്ത് ചിലപ്പോൾ കുറച്ച് ബ്ലഡ് ഉണ്ടാവാം, അത് ആ കഥയെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് സെൻസർ ലിങ്ക് വരുമ്പോൾ ആ സാധനം വേണ്ട, കട്ട് ചെയ്ത് കളയാൻ ചിലപ്പോൾ ആ കഥയുടെ ഒരു മെയിൻ പാർട്ട് തന്നെ ആയിരിക്കും ആ എസൻസ് അങ്ങ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓവറായിട്ട് സെൻസർ ബോർഡ് സിനിമകളിൽ കടന്നു കയറുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ സെൻസർ ബോർഡിലെ ആൾക്കാരിലും ഒരു ഭൂരിപക്ഷം നല്ല ആൾക്കാരുണ്ട്. പക്ഷെ ഇതോടെ നീ നേരത്തെ പറഞ്ഞത് ഭയങ്കരമായ ചോദ്യമാണ്. കാരണം ഒരു സിനിമ എടുക്കുന്നവരെ സംബന്ധിച്ചത് ഇത് ഒരാൾക്ക് ഒരു വ്യക്തിയോട് ഈഗോ ഒക്കെ ഇതിൽ നമുക്ക് സംഭവിക്കാം. ഇപ്പോൾ സെൻസർ ബോർഡിലെ അംഗങ്ങൾക്ക് ഇപ്പോൾ വിനീത് ഒരു ഡയറക്ടറാണ്, അപ്പോൾ സ്വാഭാവികം വിനീതിന്റെ പടം വിനീതിനോട് ഒരാൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അയാൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്യും. അത് സെൻസർ ബോർഡിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അതിലിരിക്കുന്ന ചില ആൾക്കാരുടെ പ്രൊപ്പഗണ്ട മനസ്സിലായത്. അപ്പൊ എല്ലാവരും അതിന് കുറ്റക്കാരല്ല. ഇപ്പൊ നമ്മളെ ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമക്ക് നിങ്ങൾക്ക് ഈ ടൈറ്റിൽ തരാൻ പറ്റുന്നതാണപ്പോൾ ഞാൻ സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ അയാൾ ഭയങ്കര പൊട്ടിച്ചിരിക്കുകയാണ് കഥ പറയുമ്പോൾ. അപ്പൊ നമ്മൾ ട്രailer-ആണ് ആദ്യം കൊടുത്തത്. അപ്പൊ അതിൽ ഏതൊരു വ്യക്തിക്ക് ആരോടുള്ള ദേഷ്യമായിരിക്കും, അത് നമ്മളെ സിനിമനെ ബാധിക്കും. അതാണ് എടുക്കുന്ന ഓരോ ചിത്രങ്ങൾ ഈ സിനിമയിലായാലും നമ്മുടെ നാട്ടിൻപുറത്ത് സ്ഥിരം കണ്ടുവരുന്ന ഒരാളുടെ പോലെ ഇപ്പൊ സൂപ്പർശർമ്മയിലാണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ എപ്പോഴും മനസ്സിലുള്ള കഥാപാത്രമുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്? ഇത് നാട്ടിൻപുറത്തൊരു സ്ഥിരം കണ്ടുവരുന്ന ഒരാളെ പോലെ കഥാപാത്രമാണ്. ഈ പറഞ്ഞ സൂപ്പർ ശർമ്മയെ കുറച്ചും കൂടെ ഒരു സ്പൂഫ് ക്യാരക്ടർ ആയിരുന്നു എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിലൊക്കെ ആയാലും രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറൊക്കെ ആയിരുന്നു. ഇത് കുറച്ചും കൂടെ ലൈക്കബിൾ ആയിട്ടുള്ള ഒരാളാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പെയിന്റ് പണിക്ക് വന്ന ഒരാളാണ്. അപ്പൊ അത് ആ നാട്ടില് സുബീഷ് ചേട്ടന്റെ ക്യാരക്ടറിന്റെ കൂടെ പെയിന്റ് പണിക്ക് വന്ന ഒരാളാണ്. അപ്പോ അതിപ്പോ എന്താ പറയാ, നമ്മള് തൊഴിലില്ലായ്മയും എല്ലാണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനകത്ത്. അപ്പോ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രണയം അതുണ്ട്, അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്. അതുപോലെ ഒരു ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ള ഒരു നാട്ടിൻപുറത്ത് ഒരു ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു പയ്യൻ, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്.